ഷിനോജ് ഷംസുദ്ദീനിലേക്ക് പോവുകയാണ്. ഷിനോജ് ദുബായിൽ നിന്നാണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. ഷിനോജ്, ദുബായിൽ സ്ഫോടനമുണ്ടായി, പാം ജുമൈറയിൽ തീപിടുത്തം, അങ്ങനത്തെ വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എന്താണ് അവിടുത്തെ സാഹചര്യം? ദുബൈ പാം ജുമൈറയിലെ ഹോട്ടലിൽ ഒരു മിസൈൽ പതിച്ച് തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. അതിൽ 4 പേർക്ക് പരിക്കേറ്റു എന്നാണ് ദുബായ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. തീപിടുത്തം ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ്. ദുബൈയുടെ പല ഭാഗങ്ങളിലും കഴിഞ്ഞ മണിക്കൂറുകളിൽ നിരന്തരം ഡ്രോൺ ആക്രമണവും അതേപോലെ തന്നെ മിസൈൽ ആക്രമണവും അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം ഫലപ്രദമായി നേരിടാൻ കഴിഞ്ഞു എന്നാണ് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത്. നിരവധി തവണ ആക്രമണമുണ്ടായി. ദുബൈയിലും അബുദാബിയിലും ആക്രമണമുണ്ടായിട്ടുണ്ട്. പലപ്പോഴും വളരെ വലിയ സ്ഫോടന ശബ്ദം തന്നെ ഇവിടെ താമസിച്ചിരുന്നവർ കേട്ടിരുന്നു. നമ്മുടെ ഓഫീസിന് അടുത്തു നിന്നും വലിയ സ്ഫോടന ശബ്ദം കേൾക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ അത്തരം ആക്രമണങ്ങളിൽ പരിക്കുകളും ഒന്നുമില്ല. ഇപ്പോൾ പരിക്കുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ പാം ജുമൈറയിൽ ഉണ്ടായ ഈ ഹോട്ടലിലുണ്ടായ അപകടത്തിൽ 4 പേർക്ക് പരിക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ രാവിലെ ഉണ്ടായ ആക്രമണത്തിൽ അബുദാബിയിൽ ഒരു പാക് സ്വദേശി മരിച്ചതായും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ജീന, അതാണ്. അപ്പോൾ അവിടുത്തെ ആൾക്കാരുടെയൊക്കെ ഒരു സാഹചര്യം എങ്ങനെയാണ്? ആശങ്ക ഉണ്ടാകുമെന്നുള്ള കാര്യം തീർച്ചയാണ്. അവരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനുള്ള ഒരു നടപടിക്രമങ്ങളൊക്കെ അവിടെ ഭരണകൂടം ആരംഭിച്ചിട്ടുണ്ടോ? അത്തരത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നു? ദുബൈയിലെ വിമാനത്താവളങ്ങൾ രണ്ടും അടച്ചിട്ടിരിക്കുകയാണ്. ദുബായ് വിമാനത്താവളങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചിരുന്നു. ഇപ്പോൾ ജനങ്ങളോട് സുരക്ഷിത സ്ഥാനങ്ങളിൽ തന്നെ തുടരാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. പുറത്തിറങ്ങരുത്. ഇത്തരം ആക്രമണങ്ങൾ നടക്കുമ്പോൾ അതിന്റെ ദൃശ്യങ്ങൾ പകർത്താനും മറ്റും ശ്രമിക്കരുത്. അത് അപകടങ്ങൾക്ക് വഴിവെക്കും എന്നുള്ള നിലയ്ക്കാണ് അറിയിച്ചിട്ടുള്ളത്. സുരക്ഷിത സ്ഥാനങ്ങളിൽ തന്നെ തുടരുക. പരമാവധി ജനലുകളുടെയും അതുപോലെ തുറസായ സ്ഥലങ്ങളിലേക്കും മാറി നിൽക്കരുത്. ഇത്തരത്തിൽ ഡ്രോൺ ആക്രമണം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ മിസൈൽ ആക്രമണം ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കുമ്പോൾ അതിന്റെ കഷ്ണങ്ങളും മറ്റും പതിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ജാഗ്രത പാലിക്കണം എന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. പരമാവധി താമസ സ്ഥലങ്ങളിൽ തന്നെ അവിടെ സുരക്ഷിതമായ കേന്ദ്രങ്ങളിൽ തുടരണമെന്നുള്ളൊരു നിർദ്ദേശമാണ് അധികൃതർ നൽകിയിട്ടുള്ളത്. ജീന, ഒപ്പം തന്നെ ഈ ആക്രമണം ശക്തമാകുന്നു, ഗൾഫ് രാജ്യങ്ങളെ അപ്പാടെ ബാധിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടല്ലോ. ഇതിനിടയ്ക്ക് ജനങ്ങളെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റുക, മുന്നറിയിപ്പ് നൽകുക എന്നതിനപ്പുറം ഈ സംഘർഷം അവസാനിപ്പിക്കാൻ തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഈ പറഞ്ഞ ഗൾഫ് രാജ്യങ്ങളുടെ ഭാഗത്തും ഉണ്ടാകുന്നുണ്ടോ? അധികാരികൾ എന്താണ് ഈ വിഷയത്തിൽ ഇപ്പോൾ ചെയ്യുന്നത്? UAE പ്രസിഡന്റ് അല്പം മുമ്പ് സൗദി കിരീടാവകാശി അതേപോലെ തന്നെ ഖത്തർ അമീർ, ഈജിപ്ഷ്യൻ പ്രസിഡന്റ് എന്നിവരുമായി ഒക്കെ ഫോണിൽ സംഭാഷണം നടത്തിയിട്ടുണ്ട്. ഒരു എത്രയും പെട്ടെന്ന് ഈ സംഘർഷം ലഘൂകരിക്കുക, പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുക എന്നുള്ള നിലയ്ക്കാണ് ഈ ചർച്ചകൾ പുരോഗമിക്കുന്നത്. അതേപോലെ തന്നെ ഒമാന്റെ നേതൃത്വത്തിലും സമവായ ചർച്ചകൾ ശക്തമായിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ ഫലം എപ്പോഴാണ് വരിക എന്നുള്ള കാര്യത്തിൽ ആണ് ഒരു സംശയമുള്ളത്. എത്രത്തോളം ഇത് നീണ്ടുപോകും? കാരണം ഒരു സമവായ ചർച്ച നടക്കുന്നതിനിടയിലാണ് ഇസ്രായേലും അമേരിക്കയും ഇറാനെതിരെ ആക്രമണം അഴിച്ചുവിട്ടത്. പ്രത്യാക്രമണം മറ്റ് അമേരിക്കൻ ബേസുകളുള്ള രാജ്യങ്ങളിൽ ഉണ്ടാകുമെന്ന് ഇസ്രായേൽ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ശക്തമായ ആക്രമണം ഇറാൻ അഴിച്ചുവിട്ടത്. അതിനിടയിൽ തന്നെ ഇറാനിലെ സ്കൂൾ ആക്രമിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. അതിൽ 53 കുട്ടികളാണ് മരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു സമവായത്തിന് ഇപ്പോൾ ഇറാൻ എത്രമാത്രം തയ്യാറാകുമെന്നുള്ള കാര്യത്തിലാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. എന്തായാലും സമവായ ശ്രമങ്ങൾ പല രാജ്യങ്ങളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് UAEയുടെയും അതേപോലെ തന്നെ ഒമാന്റെയും ഭാഗത്തു നിന്ന് സമവായ ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ജിന, ഏതായാലും ഒരു വശത്ത് ആക്രമണം ശക്തമാവുകയാണ്. ഗൾഫ് മേഖല പലയിടത്തും സംഘർഷഭരിതമാവുകയാണ്. സാഹചര്യം അപ്പാർട്ട്മെന്റുകളിലടക്കം ആക്രമണം ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ ഒരു ഭാഗത്ത് ഈ ശക്തമായ ആക്രമണം ഒഴിവാക്കാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള സാധ്യതകൾ തേടുകയാണ് മധ്യസ്ഥ രാജ്യങ്ങൾ എന്നാണ് മനസ്സിലാക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളടക്കം സജീവമായി അക്കാര്യത്തിൽ ഇടപെടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്.